Hello, my dears. നമ്മുടെ അടുത്ത ഡിസ്കഷൻ എന്താണ്? നമ്മൾ 7th ചാപ്റ്റർ ടോക്കിംഗ് ഓഫ് സയൻസ് 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലല്ലേ. അപ്പോൾ ടോക്കിംഗ് ഓഫ് സയൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ അജിത് പരമേശ്വരൻ സാറിനോടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അജിത് പരമേശ്വരൻ സാർ കേരളീയനാണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ അവർ ചാപ്റ്റർ ടോക്കിംഗ് ഓഫ് സയൻസ്. Interview start cheyanale. Good morning, Dr. Ajit Parameshwaran. Thank you for this opportunity to talk to you. Everyone knows that scientists discover things, but what exactly do they do? അപ്പോൾ എന്താണ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അവർ എന്താ വിഷ് ചെയ്യുകയാണല്ലേ നമ്മുടെ ഇൻ്റർവ്യൂവർ ആരെ, നമ്മുടെ സയൻറ്റിസ്റ്റിന്. അങ്ങനെ നിങ്ങളോട് എന്താ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഭയങ്കര സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാം സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കവർ തിങ്സ് ആണല്ലേ, ഒരുപാട് സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ കണ്ടുപിടിക്കുക, ഡിസ്കവർ ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വലി എന്താണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആക്ച്വലി അവരുടെ ആ ഒരു അവർ ചെയ്യുന്നത് എന്താണ്, സയൻറ്റിസ്റ്റ് ചെയ്യുന്ന പണി എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇൻ്റർവ്യൂവർ ഫസ്റ്റിനെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് നമ്മുടെ അജിത് സർ എന്താ പറയുന്നത്? ഡോക്ടർ അജിത് പരമേശ്വരം റിപ്ലൈ ചെയ്യാണ് കേട്ടോ. When I was a child, there were no scientists around for me to ask this question, but even now, my friends sometimes ask me the same thing, half joking, half serious. I often laugh it off and change the topic. അപ്പോൾ അദ്ദേഹം പറയുകയാണല്ലേ സർ, എന്താണ് ഇൻ്റർവ്യൂവർക്ക് റിപ്ലൈ ചെയ്യുന്നത്? ഞാനും ഇത് എൻ്റെ ഒരു കുട്ടിക്കാലത്ത് എനിക്കും ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുണ്ടായിരുന്നു, എൻ്റെ ഉള്ളിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, സയൻറ്റിസ്റ്റ് എന്താണ് അവരുടെ ഒരു എക്സാക്ട്ലി അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത്. ബട്ട് എൻ്റെ ചുറ്റിലും അന്ന് എനിക്ക് ആരുണ്ടായിരുന്നില്ല ചോദിക്കാനായിട്ട്, ഒരു സയൻറ്റിസ്റ്റിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് പിന്നീട് ഞാൻ വളർന്ന് വലുതായി ഞാനൊരു സയൻറ്റിസ്റ്റ് ആയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ ഹാഫ് ജോക്കിങ് ഹാഫ് സീരിയസ് ഒക്കെ ആയിട്ട് ചോദിക്കും, എന്ത് സയൻറ്റിസ്റ്റ് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനതിന് എങ്ങനെയാണ് റിപ്ലൈ ചെയ്യുന്നത്? ഐ ഓഫൺ ലോഫ് ഇറ്റ് ഓഫ് ആൻഡ് ചേഞ്ച് ദി ടോപ്പിക്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ മിക്കപ്പോഴും ഞാനത് ചിരിച്ച് തള്ളാറാണ്, ഞാൻ ആ ടോപ്പിക്കിനെ തന്നെ മാറ്റാറാണ് പതിവ്, അതിനൊന്നും റിപ്ലൈ കൊടുക്കാറില്ലായിരുന്നു. ഇതായിരുന്നു സയൻറ്റിസ്റ്റ് ആർക്ക്, നമ്മുടെ ഇൻ്റർവ്യൂവർക്ക് കൊടുത്ത റിപ്ലൈ. അപ്പോൾ നെക്സ്റ്റ് വീണ്ടും ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ്, സോ ഡോക്ടർ പരമേശ്വരൻ, ഹൗ ഡു യു ഡിസ്ക്രൈബ് വാട്ട് സയൻറ്റിസ്റ്റ് ഡു? അപ്പോൾ അദ്ദേഹത്തിന് അറിയണം സയൻറ്റിസ്റ്റ് എന്താ ചെയ്യുന്നത് എന്നുള്ളത്, അതെന്താണ് ഇൻ്റർവ്യൂവർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ വീണ്ടും അദ്ദേഹം ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. പരമേശ്വരൻ സർ എന്താണ് സയൻറ്റിസ്റ്റ് ചെയ്യുന്നത്, ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരൂ എന്ന് ചോദിക്കുകയാണ്, വീണ്ടും ചോദിക്കുകയാണ് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ നമ്മുടെ ഡോക്ടർ സർ അജിത് സർ എന്ത് പറയണം? പ്ലീസ് കോൾ മീ അജിത് അല്ലേ, എൻ്റെ സെക്കൻഡ് നെയിം വിളിക്കേണ്ട, എൻ്റെ ഫസ്റ്റ് നെയിമിനെ വിളിച്ചാൽ മതി അല്ലേ, അജിത്ത് എന്ന് വിളിച്ചാൽ മതി. ഐ തിങ്ക് എ ഗുഡ് ഡിസ്ക്രിപ്ഷൻ വുഡ് ബി ദാറ്റ് സയൻറ്റിസ്റ്റ് ക്രിയേറ്റ് നോളജ്. ഓൾ ഹ്യൂമൻസ് ആൻഡ് ഈവൻ മെനി ആനിമൽസ് ആർ കൺസ്യൂമേഴ്സ് ഓഫ് നോളജ്. എ ഫാർമർ ഹാസ് ടു നോ വെൻ ടു സോ ആൻഡ് റീപ്പ്. എ വെജിറ്റബിൾ വെൻഡർ നീഡ്സ് ടു ഡു സം അരിത്മെറ്റിക് ഇൻ ഹിസ് ഹെഡ് ആൻഡ് an engineer needs to know, for example, how to design a bridge that can hold the required load. അപ്പോൾ അദ്ദേഹം ഇനി എന്താ റിപ്ലൈ ചെയ്തിട്ടേ വഴിയുള്ളൂ അല്ലേ. അപ്പോൾ അദ്ദേഹം സർ റിപ്ലൈ ചെയ്യാണ്. ഞാൻ പറയുമ്പോൾ എന്താ നല്ലൊരു ഗുഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, ഒരു സയൻറ്റിസ്റ്റിനെ പറ്റി പറയുമ്പോൾ നല്ലൊരു ഡിസ്ക്രിപ്ഷൻ എന്താണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യാണ്? സയൻറ്റിസ്റ്റ് ക്രിയേറ്റ് നോളജ്, അതാണ് സയൻറ്റിസ്റ്റ് ചെയ്യുന്നത് അല്ലേ, നോളജ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ സയൻറ്റിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത നോളജ് ഹ്യൂമൻ ബീയിങ്സും ആനിമൽസും ഒക്കെ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരും അല്ലെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാണ്, അത് കൺസ്യൂം ചെയ്യാണ്, ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സയൻറ്റിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത നോളജ് ബാക്കിയുള്ളവർ കൺസ്യൂം ചെയ്യുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു. നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം എക്സസ് ബാക്കി വന്നത് നമ്മൾ കേടുവരാണ്ടിരിക്കാൻ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യും. ആ ഫ്രിഡ്ജ് ഒരു സയൻറ്റിസ്റ്റിൻ്റെ തല വർക്ക് ചെയ്തിട്ടാണ് അങ്ങനെ വന്നത് അല്ലേ. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഒരു ട്രാവൽ ചെയ്യണമെങ്കിൽ, നമ്മൾ കുറച്ച് ലോങ്ങിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മൾ നടന്നു പോകില്ല, നമ്മളെങ്ങനെ പോകും, വെഹിക്കിൾ യൂസ് ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് അല്ലേ. മെഷീന് മാത്രമല്ല ബാക്കി എന്തോ ആയിക്കോട്ടെ എല്ലാ നോളേജും ക്രിയേറ്റ് ചെയ്യുകയാണ് ആരുടെ പണി? സയൻറ്റിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ആ സയൻറ്റിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത നോളേജ് കൺസ്യൂം ചെയ്യാണ് ബാക്കി ഹ്യൂമൻസ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ ചെയ്യുന്നത്. ഇതാണ് അദ്ദേഹം കൊടുത്ത റിപ്ലൈ. വാട്ട് മേഡ് യു interested in the creation of knowledge, Ajit? Did something spark your curiosity about the natural world? അല്ലേ. അപ്പോൾ എന്താണ് നിങ്ങൾ പറഞ്ഞല്ലോ, ക്രിയേഷൻ ഓഫ് നോളജ് ആണ് ഒരു സയൻറ്റിസ്റ്റ് അല്ലേ, സയൻറ്റിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു സ്പാർക്ക് വന്നത്, ഒരു സയൻറ്റിസ്റ്റ് ആവണം എന്നുള്ള ആ ഒരു തോട്ട് എപ്പോഴാണ് വന്നത്, എന്ന് മുതലാണ് ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റി വന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അജിത് സാറ് റിപ്ലൈ ചെയ്യാണ്, when I was a child, a fascinating book in മലയാളം എന്തുകൊണ്ട് was published by the Kerala Shastra Sahitya Parishad. Our local library had a copy. The book explained many interesting phenomena of the natural world to the curious reader. Even now, books remain a source of reliable information, unlike most of the information we get online. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഒരു സ്പാർക്ക് വന്നത് എന്നാണല്ലോ ഇൻ്റർവ്യൂവറുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് റിപ്ലൈ എന്താണ് വന്നിട്ടുള്ളത്? ഞാൻ കുഞ്ഞുനാളിൽ ചൈൽഡായിരിക്കണം കുട്ടിയായിരിക്കണം ആ ഒരു ടൈമിൽ ഞാൻ
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് എന്ന് പറഞ്ഞ ആ ബുക്ക് റീഡ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി, എല്ലാം അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എന്നിലുണ്ടായി. ആ ഒരു ബുക്കാണ് സത്യം പറഞ്ഞാൽ എന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു സയൻറ്റിസ്റ്റ് ആവാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. ആ ഒരു ബുക്ക് വായിച്ചതിന് ശേഷം എനിക്കെല്ലാം അറിയാനും അല്ലെങ്കിൽ എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റി, എല്ലാതും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എന്നിൽ വളർന്നു. ഓക്കെ, അതാണ് അതിനോടുത്ത റിപ്ലൈ. The next question എന്താ പറയുന്നത്, but Ajit, even now despite all the information available, are there important questions that remain unanswered? അല്ലേ, അപ്പോൾ അടുത്ത ഇൻ്റർവ്യൂർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്, അതായത് നമ്മുടെ ചുറ്റിലും ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ് അല്ലേ. അതായത് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഒരുപാട് ഇൻഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോഴും ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന് ഇപ്പോഴും അൺആൻസേർഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോഴും നമ്മുടെ ചുറ്റിലും ഇല്ലേ, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ എന്നാണ്. ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ചുറ്റിലുണ്ട്, പക്ഷേ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളില്ലേ നമ്മുടെ ചുറ്റിലും, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് അടുത്ത ക്വസ്റ്റ്യന് ഇൻ്റർവ്യൂർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ അജിത് സാറിൻ്റെ റിപ്ലൈ എന്താണ്, അജിത് സാറിൻ്റെ റിപ്ലൈ ആണ് കേട്ടോ. Undoubtedly, we still don't have very good answers to many important questions that concern us. For example, what are the real reason for the increasing human-animal conflicts in Kerala? Why do we now have so many more extreme weather events such as flash flood and landslides? Why are there frequent outbreaks of rare viral diseases? Why are there so many mosquitoes? We don't have good answers yet to those and various other questions. അല്ലേ, അപ്പോൾ അദ്ദേഹം പറയണോ ഒരു സംശയമില്ല, ഇപ്പോഴും നമ്മുടെ ഇടയിൽ എന്തുണ്ട്, നമ്മുടെ ചുറ്റിലും ഒരുപാട് ഉത്തരം കിട്ടാത്ത അൺആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോഴും നമ്മുടെ ചുറ്റിലുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് അദ്ദേഹം പറയുകയാണല്ലേ. നമ്മുടെ കേരളത്തിൽ തന്നെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിയൽ റീസൺ എന്താണെന്ന് ഇപ്പോഴും നമുക്കാർക്കും അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അടുത്തൊരു എക്സാമ്പിൾ എന്താ അദ്ദേഹം പറയുന്നത്, നമ്മുടെ ഇടയിലായിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാഷ് ഫ്ലഡ് അല്ലേ, വെള്ളപ്പൊക്കവും അതുപോലെ ലാൻഡ് സ്ലൈഡ്സ് അല്ലെ, മണ്ണിടിച്ചിൽ പോലുള്ള നാച്ചുറൽ കലാമിറ്റീസ് നടക്കുന്നുണ്ട്. അതിനുള്ള റിയൽ റീസൺ എന്താണ്, അതിനും ഒരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. അടുത്തൊരു എക്സാമ്പിൾ പറയുന്നത് ഒരുപാട് വൈറൽ ഡിസീസസ് നമ്മുടെ ഇടയിൽ അല്ലേ, ഒരുപാട് പകർച്ചവ്യാധികളും ഒരുപാട് അറിയാത്ത ഒക്കെയുള്ള അസുഖങ്ങൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുമുള്ള ഒരു റിയൽ റീസൺ എന്താണ്, അതിൻ്റെയും ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, ആൻസർ ഇതുവരെയും കിട്ടിയിട്ടില്ല. അതുപോലെ നമ്മുടെ ചുറ്റിലും മൊസ്കിറ്റോസിലെ ഒരുപാട് കൊതുകുകൾ പെരുകുന്നുണ്ട്. കൊതുകുകൾ പെരുകുന്നതും അതിനും ഒരു റിയൽ റീസൺ എന്താണ്, അതിന് അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ, അൺആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇപ്പോഴും നമ്മുടെ ചുറ്റിലുണ്ട്. അദ്ദേഹം അതിന് യോജിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അജിത് സാർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ ഇൻ്റർവ്യൂർ വരികയാണ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ക്യൂരിയോസിറ്റി ഈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് സയൻസ്. Why is curiosity so important? അല്ലേ, അപ്പോൾ നമ്മുടെ അജിത് സാർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ നമ്മുടെ സയൻസിൻ്റെ ഒരു ഹൃദയഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ആ ഒരു ഇൻ്റർവ്യൂർ ചോദിക്കുകയാണ്, ക്യൂരിയോസിറ്റി സയൻസ് ഹേർട്ട് ഓഫ് സയൻസ് ആണോ, സയൻസിൻ്റെ ഒരു ഹൃദയഭാഗമാണോ? വൈ ഇസ് ക്യൂരിയോസിറ്റി സോ ഇമ്പോർട്ടൻറ്റ്? ക്യൂരിയോസിറ്റി ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്താണ്? ഓക്കെ, അപ്പോൾ സാർ നമ്മുടെ ഒരു സയൻറ്റിസ്റ്റ് റിപ്ലൈ ചെയ്യാണ്. ക്യൂരിയോസിറ്റി ഇസ് എസെൻഷ്യൽ ഫോർ എ ഗുഡ് സയൻറ്റിസ്റ്റ്. ഇറ്റ് ഡ്രൈവ്സ് ദ quest for knowledge. While children naturally ask questions, adults often do not, either because they don't care or because they don't want to appear ignorant. See, scientists, however, must retain the childlike curiosity and admit their ignorance. This alone can drive them to discover the truth. Of course, creating new knowledge also requires a strong understanding of what's already known. As Newton said, if I have seen further, it is my standing on the shoulders of against school education prepares us for this. അല്ലേ, അപ്പോൾ അദ്ദേഹം റിപ്ലൈ ചെയ്യാണ്, ക്യൂരിയോസിറ്റി ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാര്യം എന്താണെന്നുള്ളതിൻ്റെ റിപ്ലൈ ആണ് പറയുന്നത്. ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ പാർട്ടാണ് ഒരു സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ച്, ഒരു ഗുഡ് സയൻറ്റിസ്റ്റിൻ്റെ ഒരു എസെൻഷ്യലാണ് എന്ത്, ക്യൂരിയോസിറ്റി അല്ലേ. അതുപോലെ അദ്ദേഹം പറയുകയാണ്, കുട്ടികളാകുമ്പോൾ അവർക്ക് എപ്പോഴും ഡൗട്ട്സ് ആയിരിക്കും, എല്ലാ കാര്യത്തിനും അവർക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അതെന്താണ്, ഇതെന്താ, അങ്ങനെ ഒരുപാട് ഡൗട്ട്ഫുൾ ആയിരിക്കും എപ്പോഴും ചിൽഡ്രൻ അല്ലേ. പക്ഷേ അവർ കുറച്ചുകൂടെ വലുതായിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് പലരും എന്ത് ചെയ്യും, അവരുടെ ആ ഒരു ക്യൂരിയോസിറ്റി അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഫയർ അവരെന്നെ വെള്ളമൊഴിച്ച് കെടുത്തും അല്ലേ. കാര്യം ചിലപ്പോൾ അവർ വിചാരിക്കും, അതെന്താ, ഐ ഡോണ്ട് കെയർ, എനിക്കതിൻ്റെ ആവശ്യമില്ല, അതെന്തെങ്കിലും ആവട്ടെ, അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് ചിലരെങ്കിലും മാറും. ചിലർ വിചാരിക്കും, ഞാനിനിപ്പോൾ ഇങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചാൽ എല്ലാവരും എന്നെ ഞാനൊരു ഇഗ്നോറൻ്റ് ആണ് അല്ലേ. ഇഗ്നോറൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു അറിവില്ലാത്തവനാണ് അല്ലെങ്കിൽ അറിവില്ലാത്തവളാണ് എന്നെ പറ്റി ആരെയൊക്കെ ചിന്തിച്ചാലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല, അതങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചാൽ ചിലർ അങ്ങനെയും എന്ത് ചെയ്യും, അവരുടെ ഉള്ളിലുള്ള ഒരു ക്യൂരിയോസിറ്റി അവരെന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും അല്ലേ. പക്ഷേ നമ്മുടെ അജിത് സാർ പറയുകയാണ്, ഒരു സയൻറ്റിസ്റ്റ് എപ്പോഴും കുട്ടികളെ പോലെ ആവണം, എപ്പോഴും അവർക്ക് എന്ത് കണ്ടാലും ഒരു ക്യൂരിയോസിറ്റി വരണം, ഒരു ആകാംക്ഷ എപ്പോഴും അവരുടെ ഉള്ളിലുണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഒരു നല്ലൊരു ഗുഡ് സയൻറ്റിസ്റ്റ് ആവാൻ പറ്റുള്ളൂ എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ സയൻറ്റിസ്റ്റ് അജിത് സാർ പറയുന്നത്. ഇവിടെ ഒരു ന്യൂട്ടൺ പറഞ്ഞൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, എന്താണ്, ഇഫ് ഐ ഹാവ് സീൻ ഫർദർ ഇറ്റ് ഈസ് ബൈ സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജെയിൻസ്.
അതായത് എന്താണ് നമ്മൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? നമ്മളെക്കാൾ മുന്നേയുള്ള ജെയിൻസുകൾ, അതായത് സൂപ്പർ ഹ്യൂമൺ ആയിട്ടുള്ള സൂപ്പർ പവർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെ, അതായത് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ച അവർ ക്രിയേറ്റ് ചെയ്ത നോളേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവർ കണ്ടുപിടിച്ച നോളേജ് അവരുടെ ഷോൾഡറിൽ നിന്നിട്ടാണ് നമ്മൾ ഒരുപാട് വിവരങ്ങൾ കാണുന്നത്. അതായത് പറയുന്നത് എന്താണ്, സൂപ്പർ പവർ ആയിട്ടുള്ള ജെയിൻസ്, അതായത് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ച നോളേജാണ് നമ്മൾ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നോളേജുകൾ അല്ലെ, ആ ഒരു എഡ്യൂക്കേഷൻ, അതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സ്കൂൾ എഡ്യൂക്കേഷൻ പ്രിപ്പയർസ് അസ് ഫോർ ദസ് അല്ലേ. സ്കൂളിൽ നിന്നാണ് നമുക്ക് അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സയൻറ്റിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത നോളേജ് നമുക്ക് കിട്ടുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ വഴിയാണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? യു വിൽ അഗ്രി അജിത് ദാറ്റ് വി നീഡ് മോർ സയൻറ്റിസ്റ്റ്. വാട്ട് ദെൻ ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സയൻറ്റിസ്റ്റ് അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരുപാട് സയൻറ്റിസ്റ്റുകളെ ഇനിയും നമുക്ക് ആവശ്യമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു എന്താണ് ഗുഡ് സയൻറ്റിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അപ്പോൾ അതിന് നമ്മുടെ അജിത് സാറിൻ്റെ റിപ്ലൈ, ആസ്പയറിംഗ് സയൻറ്റിസ്റ്റ് നീഡ് ടു master research techniques. They need to ask the right questions and conduct careful experiments to arrive at logical and unbiased conclusions. Critically evaluating all the evidence, a good scientist is always doing research, perhaps even on her deathbed. അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റ് എന്താണ് റിപ്ലൈ ചെയ്യുന്നത്? ഒരു ഗുഡ് സയൻറ്റിസ്റ്റിനുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ. സയൻറ്റിസ്റ്റ് എപ്പോഴും എങ്ങനെ ആയിരിക്കണം? നല്ലൊരു മാസ്റ്റർ റിസർച്ച് ടെക്നിക്, അതായത് റിസർച്ച് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര മാസ്റ്റർ പീസ് ആയിരിക്കണം, ഭയങ്കര എന്തായിരിക്കണം, പവർഫുൾ ആയിരിക്കണം, റിസർച്ച് ചെയ്യാൻ നല്ല കേപ്പബിലിറ്റി ഉള്ള ആളായിരിക്കണം. അതുപോലെ അവരുടെ അടുത്ത് എന്ത് ചോദിച്ചാലും അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ക്വസ്റ്റ്യന് റൈറ്റ് ആൻസർ ഉണ്ടായിരിക്കണം. എല്ലാം ഭയങ്കര ക്ലിയർ കട്ടായിട്ട് അല്ലേ, എല്ലാത്തിനും നല്ല ക്ലിയർ ആയിട്ടുള്ള റിപ്ലൈ തരാൻ കഴിവുള്ളവരായിരിക്കണം. നല്ല രീതിയിൽ കൺക്ലൂഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം. പിന്നെന്താ, ഗുഡ് സയൻറ്റിസ്റ്റ് എപ്പോഴും എങ്ങനെയാണ്? ഓൾവേസ് ഡൂയിങ് റിസർച്ച്, എപ്പോഴും അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അദ്ദേഹം പറയാണ്, ഡെത്ത് ബെഡിലെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ വരെ അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അതായത് മരണം വരെ അവർ ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. അതായിരിക്കണം ഒരു ഗുഡ് സയൻറ്റിസ്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലേ. എപ്പോഴും പകുതിക്ക് വെച്ച് നിർത്തി അങ്ങനെയല്ല, മരണം വരെ അവരിത് ഫോളോ ചെയ്ത് പോകുന്നവരായിരിക്കണം ഒരു ഗുഡ് സയൻറ്റിസ്റ്റ്. ഇതാണ് അദ്ദേഹം പറഞ്ഞ റിപ്ലൈ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അജിത്, ഹൂ ഇൻ യുവർ ഒപ്പീനിയൻ ക്യാൻ ബിക്കം എ സയൻറ്റിസ്റ്റ് അല്ലേ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കൊക്കെ സയൻറ്റിസ്റ്റ് ആവാൻ പറ്റും അല്ലേ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ പോലീസ് ആവണമെങ്കിൽ അങ്ങനെ പല ഇതുണ്ടാവുമല്ലോ അല്ലേ. ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സ് ആകുമ്പോൾ നല്ല ബോഡി ബിൽഡപ്പ് നല്ല അടിപൊളിയായിരിക്കണം, പിന്നെന്താ ഹൈറ്റ് വേണം, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഒരു സയൻറ്റിസ്റ്റ് ആവണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രൈറ്റീരിയാസ് വേണം. ആർക്കൊക്കെ സയൻറ്റിസ്റ്റ് ആവാം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു അല്ലേ. അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റ് റിപ്ലൈ, നോട്ട് എവറി വൺ ക്യാൻ ബിക്കം a great scientist, but a great scientist can come from anywhere. So I would say anyone can become a scientist അല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും കയറിച്ചാടി സയൻറ്റിസ്റ്റ് ആവാൻ പറ്റില്ല, പക്ഷേ എന്താണ്, എവിടുന്ന് വേണമെങ്കിലും സയൻറ്റിസ്റ്റ് ആവാം. ആർക്ക് എവിടുന്ന് വേണമെങ്കിലും സയൻറ്റിസ്റ്റ് ആവാമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പണം വേണമെന്നോ, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളവരാവണമെന്നോ, അല്ലെങ്കിൽ നല്ല ഹൈറ്റ് വേണമെന്നോ, അങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയാസും ഇല്ല. ആർക്ക് വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും സയൻറ്റിസ്റ്റുകളാവാം, പണക്കാരാവണമെന്നോ അങ്ങനെയുള്ള ഒരു സംഭവമില്ല. പക്ഷേ സയൻറ്റിസ്റ്റ് ആവാം. പക്ഷേ എന്താണ്? സോ ഐ വുഡ് സേ എനിവൺ ക്യാൻ ബിക്കം എ സയൻറ്റിസ്റ്റ്. എല്ലാവർക്കും സയൻറ്റിസ്റ്റ് ആവാം, പക്ഷേ എന്താണ്, നല്ല ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരാവണം. പിന്നെന്താ, റിസർച്ച് ചെയ്യാനൊക്കെയുള്ള കപ്പാസിറ്റി ഉള്ള, അങ്ങനെ കുറച്ച് ഗുഡ് ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെയുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും സയൻറ്റിസ്റ്റ് ആവാം എന്നുള്ളതാണ് അദ്ദേഹം കൊടുത്ത റിപ്ലൈ. ഫൈനലി, അജിത്, വാട്ട് ഇസ് യുവർ മെസ്സേജ് ടു യങ്സ്റ്റേഴ്സ് അല്ലേ? യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടൊരു അവസാനം ഒരു മെസ്സേജ് പറയാമോ? നമ്മുടെ ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജ് തരുമോ എന്നാണ് ചോദ്യം. അപ്പോൾ അജിത് സാർ പറയാണ്, ഡോണ്ട് ഹെസിറ്റേറ്റ്, ഫോളോ യുവർ ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻ ആൻഡ് വർക്ക് ഹാർഡ്. ഐ വുഡ് urge you to follow your interest seriously. Of course, you will have to work for it. If you do work hard, I strongly believe there is a place for everyone. അപ്പോൾ എന്താ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് അല്ലെ, യങ്സ്റ്റേഴ്സിനുള്ള മെസ്സേജ് എന്താ പറയുന്നത്? ഒരിക്കലും നിങ്ങൾ എന്താവരുത്, ഡോണ്ട് ഹെസിറ്റേറ്റ് അല്ലേ. നമ്മൾക്ക് നിങ്ങളിൽ ഓരോരുത്തർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു പാഷൻ ഉണ്ട്. ആ പാഷനിലേക്ക് എത്താൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. എപ്പോഴും നിങ്ങൾ എന്താവണം? ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ. വർക്ക് ഹാർഡ് അല്ലേ, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ എത്തും. നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ സ്വപ്നം കണ്ട നിങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും അല്ലേ. അദ്ദേഹം ഉറപ്പ് പറയാം അല്ലേ. ഓഫ് കോഴ്സ് യു വിൽ ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. ഇഫ് യു ഡു വർക്ക് ഹാർഡ്, ഐ സ്ട്രോങ്ലി ബിലീവ് ദർ ഇസ് എ പ്ലേസ് ഫോർ എവരി വൺ അല്ലേ. നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു സീറ്റ് ഒഴിഞ്ഞിരിക്കും. ഉറപ്പാണ് ആ കാര്യം അല്ലേ. അദ്ദേഹം ഉറപ്പ് പറയുകയാണ് അല്ലേ. അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരിക്കലും ഡോണ്ട് ഹെസിറ്റേറ്റ്, ഒരിക്കലും മടി കാണിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വിചാരിച്ച നമ്മുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താ ഇൻ്റർവ്യൂ വൈൻഡ് അപ്പ് ആവുകയാണല്ലേ. താങ്ക് യു വെരി മച്ച് അജിത്. We will always treasure this experience of talking to you.
ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം നിങ്ങളുമായിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ, അവസരം കിട്ടിയതിൽ താങ്ക്സ് ഒക്കെ പറയുകയാണ്. അപ്പോൾ അജിത് സാർ തിരിച്ചും എന്ത് പറയുന്നു, ഇറ്റ് ഈസ് മൈ പ്ലഷർ, താങ്ക് യു വെരി മച്ച് ഇൻഡീഡ് അല്ലേ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ ഈ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ആക്കി. സോ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ഓക്കെ, ബൈ.